നമസ്കാരം. പതിരും കതിരും. ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മഴ കണ്ട പ്രിയാരാമൻ പറയുന്നത് ഓർമ്മയില്ലേ? ഹായ് മഴ. ഇതുപോലെയാണ് ഇന്നലെ ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോഴും പറയാൻ തോന്നിയത്. ഹായ് ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് കഴിയും വരെ അപ്പം തിന്നാൻ പോലും വായ തുറക്കരുതെന്ന് പാർട്ടി വിലക്കിയിരിക്കുകയായിരുന്നു. അതോ പിണറായി വിജയൻ നേരിട്ട് പറഞ്ഞതാണോ? നിത്യവും നമുക്ക് ഈ ഗോവിന്ദനെ കണ്ടുകൊണ്ടിരുന്നില്ലെങ്കിൽ പാർട്ടിയും ജനങ്ങളും തമ്മിൽ വല്ലാതെ അകന്നു പോകുന്ന ഒരു ഫീലാണ്. ഗോവിന്ദൻ്റെ താത്വികമായ അവലോകനം കേൾക്കുമ്പോഴാണ് പാർട്ടിയുടെ കനപ്പെട്ട ശക്തികൾ നമ്മൾ തിരിച്ചറിയുക. ഈ പാവം ഒരു പാർട്ടി സെക്രട്ടറിയാണ്. എവിടെയെങ്കിലും ഒരു ഫ്ലെക്സിലോ കൂറ്റൻ പരസ്യ ബോർഡിലോ പിണറായിക്കൊപ്പം ഈ പാവത്തിൻ്റെ തല കൂടി ഒന്ന് ചേർത്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോകും. ഒരു പൊട്ടുപോലെ ആയാലും മതിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടെയെല്ലാം പോയി കൂറ്റൻ പ്രസംഗങ്ങൾ നടത്തേണ്ട പുള്ളിയായിരുന്നു ഈ ഗോവിന്ദൻ. പക്ഷേ തളിപ്പറമ്പിൽ നിന്നും മാറാൻ നേരം കിട്ടിയില്ല. അമ്മാതിരി പണിയാണല്ലോ മറ്റേ ഗോവിന്ദനും കുറേ വഞ്ചകന്മാരും കൂടി ചെയ്തു വെച്ചത്. സ്വന്തം ഭാര്യയെ രക്ഷിച്ചെടുക്കാനായി ഒരു പാർട്ടി സെക്രട്ടറി ഇങ്ങനെ സ്വന്തം മണ്ഡലത്തിൽ പണി ചെയ്ത ചരിത്രം ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഗോവിന്ദൻ സാർ വിഭാവനം ചെയ്യുന്ന യഥാർത്ഥ ഫാമിലി സ്റ്റോറി. എന്തു വന്നാലും 90 സീറ്റ് നേടി LDF അടിച്ചു കയറുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. ഇന്നലെ വരെ ഗോവിന്ദൻ്റെ കണക്കുകൂട്ടൽ പിഴച്ച ചരിത്രമേ ഇല്ല. എന്നാൽ മരുമകൻ പറഞ്ഞത് ക്യാബിനറ്റ് വിലയിരുത്തൽ പ്രകാരം 110 സീറ്റ് വരെ കയറിപ്പോകും എന്നാണ്. AKG സെൻറ്ററിലെ സീറ്റുകളുടെ എണ്ണം കൂടി ചേർത്താണോ ഈ കണക്കെന്നറിയില്ല. 4-ാം തീയതി കഴിഞ്ഞിട്ട് വേണം കൂറ്റനാട്ട് നിന്നും ഒരു വലിയ കുട്ട ചൂടപ്പവും ചുവന്ന് റെയിലിൽ കയറി ഗോവിന്ദന് ഷൊർണൂരിന് പോകാൻ. നിമിഷ നേരം കൊണ്ട് അത് വിറ്റു തീർത്ത് ഉച്ചയ്ക്ക് ഉണ്ണാൻ തളിപ്പറമ്പിലേക്ക് ഒരു പോക്കുണ്ട്. ഭാര്യ സഭയിലെത്തിയിട്ട് വേണം നമുക്ക് ഭൂമി ആവശ്യമില്ലാത്ത ആകാശ ട്രെയിൻ കൊണ്ടുവരാൻ. ശ്യാമളയുടെ തലയിലും ഒട്ടും മോശമല്ലാത്ത ആശയങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റിലധികം നേടുമെന്നായിരുന്നു ഗോവിന്ദൻ്റെ പ്രവചനം. എന്നാൽ കിട്ടിയത് 1. അന്നേരം ഗോവിന്ദൻ പറഞ്ഞത് ഇലക്ഷൻ ആകുമ്പോൾ അങ്ങനെ പലതും പറയും എന്നാണ്. ആ നേരത്തെ നനഞ്ഞ ചിരി ഒന്ന് കാണണമായിരുന്നു. ഇപ്പോൾ ആകെയുള്ള ഒരു വിഷമം തോറ്റു എന്ന സത്യം ഈ ഗോവിന്ദനെയും അന്തങ്ങളെയും എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നതാണ്. ഉയർന്ന കെട്ടിടം, കിണർ, കുളം, തീപിടുത്തമുണ്ടാകുന്ന സ്ഥലങ്ങൾ എന്നിവ ഒഴിവാക്കി വേണം കമ്മികളോട് ഈ യാഥാർത്ഥ്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ. 4-ാം തീയതി കഴിഞ്ഞാൽ നിവൃത്തി ഉണ്ടെങ്കിൽ ഒറ്റ കമ്മിയോടും സംസാരിക്കാനോ മുഖത്ത് നോക്കി ചിരിക്കാനോ എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ചോദിക്കാനോ പാടില്ല. ഫോണിൽ പോലും അവരെ വിളിക്കരുത്. അയൽപക്കത്ത് അന്തങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്തെ ജനലോ വാതിലോ തുറക്കരുത്. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കും സകലതും. കടിയേൽക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഉമിനീര് ദേഹത്ത് തെറിച്ചാൽ സോപ്പോ കാരമോ ഉപയോഗിച്ച് 7 തവണ കഴുകണം. അല്ലെങ്കിൽ പരാജയപ്പെട്ട വിപ്ലവത്തിൻ്റെ ഗ്രന്ഥിയിൽ നിന്നും വരുന്ന ഉമിനീര് നമുക്ക് മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ അവർക്ക് ആകെയുള്ളതൊരു പ്രതീക്ഷ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിലുണ്ടാകുന്ന അടി മാത്രമാണ്. ഇന്നലത്തെ ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനത്തിൽ ആക്കിയുള്ള ആ ചിരിയില്ലായിരുന്നു. അല്ല ഗോവിന്ദ സാറേ, പാർട്ടി 50 സീറ്റിൽ ഒതുങ്ങിയാൽ AKG സെൻറ്ററിൻ്റെ മുമ്പിൽ പിണറായി ബ്യൂറോ ഓഫ് മാരിയേജ് എന്ന ബോർഡ് വയ്ക്കുമോ? ഉറക്കച്ചടവിൽ നിന്നും ആരോ വെള്ളം ഒഴിപ്പിച്ചുണർത്തി മുടി ചീകി വെച്ച് വിട്ട പോലെയാണ് ഇന്നലെ ഗോവിന്ദനെ നമ്മൾ കണ്ടത്. സംഗതി എന്തൊക്കെ പറഞ്ഞാലും പുള്ളി നടത്തിയ കല്യാണം റിയൽ കേരള സ്റ്റോറി എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവും അദ്ദേഹത്തിനില്ല. അതാണ് സാർ നിലപാട്. അല്ലാതെ ഒരു പോക്സോ കേസ് വരുമ്പോൾ നിലപാട് മാറ്റുന്ന ചാരുതയാർന്ന ചെറ്റത്തരമൊന്നും ഈ പാർട്ടിയും അതിൻ്റെ സെക്രട്ടറിയും കാണിക്കാറില്ല. കല്യാണത്തിന് മുട്ടി നിൽക്കുന്ന പിള്ളേർ വന്ന് വിളിക്കുമ്പോൾ ആധാർ കാർഡ് നോക്കി ജാതകം ഗണിക്കേണ്ട ആവശ്യമൊന്നും ഈ പാർട്ടിക്കോ ഗോവിന്ദനോ ഇല്ല. കല്യാണം നടത്തുക മാത്രമല്ല, പേരെടുത്ത് കൊടുക്കപ്പെടുമെന്ന ബോർഡ് കൂടി നമുക്ക് വയ്ക്കണം സഖാക്കളെ. കുട്ടികളെ ഒന്നാന്തരം പൗരന്മാരാക്കി വളർത്താൻ മിശ്രവിവാഹിതരുടെ കുട്ടികൾക്കായി AKG സെൻറ്റർ നേരിട്ട് കിൻഡർ ഗാർഡനുകളും തുടങ്ങും. ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് നിലവാരം കുറഞ്ഞതാണെന്ന് നമുക്ക് പറയാം. എന്നാൽ ദേശീയ സെക്രട്ടറി ബേബിയുടെ അവസ്ഥ കണ്ടോ? ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ ഒരു പിതൃബിംബം ആണെന്നാണ്. എങ്കിൽ പിന്നെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ പിതൃപിണ്ഡം സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉരുള ചോറ് കൂടി AKG സെൻറ്ററിൻ്റെ നടകലിൽ വയ്ക്കണേ. അടുത്ത കർക്കടക മാസം മുതൽ നമുക്കവിടെ കർക്കടക വാവ് ബലിയും നടത്തണം.